മെൻസസ് ബ്ലഡ് വരെ പൊടിച്ചിട്ടിട്ട് ഈ പറയുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എനർജി ബേസിൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഡയമെൻഷനിലാണ് ഈ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്. എൻ്റെ അടുത്ത് വരുന്ന കൺസൾട്ടേഷനിൽ ഒരു 40% സ്വന്തം അമ്മമാരും മക്കൾക്ക് കൂടോത്രം ചെയ്യുന്ന സ്വന്തം അമ്മമാർ, സ്വന്തം ഭാര്യമാർ ഭർത്താവിന് കൂടോത്രം ചെയ്യുന്നു, സ്വന്തം ഭർത്താവ് ഭാര്യമാർക്ക് കൂടോത്രം ചെയ്യുന്നു, മക്കൾക്ക് കൂടോത്രം ചെയ്യുന്നു, ഭർത്താവിന് കൂടോത്രം ചെയ്യുന്നു, സ്വത്തിന് വേണ്ടി. ടോക്സിക്കായ പാരന്റിങ് ഒരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന്, ഒരു അമ്മ ഒരു മകനെ പൊന്നുപോലെ നോക്കി വളർത്തുന്നു, ഭയങ്കര സ്നേഹം, പറയുന്നത് എന്ത് വാങ്ങിച്ചു കൊടുക്കുന്നു, വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, വിദേശ രാജ്യത്തോട്ട് പറഞ്ഞയക്കുന്നു, അമ്മ കൂടെ നിൽക്കുന്നു, അമ്മ സംരക്ഷിക്കുന്നു. ശരിയാണ്, ഒക്കെ സംഭവിച്ചു. ഒരു പെൺകൊച്ചങ്ങ് കയറി വന്ന ഈ മകൻ അത്ര നാൾ അമ്മേനെ നോക്കിക്കൊണ്ടിരുന്ന മകൻ എന്ത് സംഭവിക്കും? ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും കല്യാണത്തിന് ശേഷം. ഒരുപാട് അങ്ങോട്ട് കൺവട്ടാൻ വന്നു തുടങ്ങും. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണല്ലോ വരണ്ടേ. ഈ അമ്മ കല്യാണം കഴിച്ചപ്പോഴും ഭർത്താവിലൂടെ പോയതല്ലേ, അല്ലാതെ സ്വന്തം പാരന്റ്സ് നോക്കിക്കൊണ്ടിരുന്ന അമ്മയല്ലല്ലോ. എല്ലാവരും അങ്ങനെയാണല്ലോ. ഹോർമോൺ ചേഞ്ച് വരും, സ്നേഹം വരും, അറ്റാച്ച്മെന്റ് വരും, ഇതെല്ലാം വരും. ആ പെൺകുട്ടി വന്ന് കയറുന്ന മറ്റൊരു കുടുംബത്തിൽ നിന്ന് ആ പെൺകുട്ടിക്ക് ആരുണ്ട്? ഈ ഭർത്താവ് അല്ലാതെ. നമുക്കത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? അമ്മ ടോക്സിക് ആവാൻ തുടങ്ങും. അടുത്ത വന്ന ഡയലോഗ് തലയണ മന്ത്രമാണ്. നീ ഒരു പെണ്ണിന്റെ വാക്കാണ് കേൾക്കേണ്ടത്. അവൾ പറഞ്ഞു ഞാനൊരു അമ്മയല്ലേ, പാനിക്കാൻ വന്നു തുടങ്ങും. ഇനി അതിന്റെ അപ്പുറത്തൊരു അർത്ഥം സംഭവിക്കുന്ന പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കുറയാൻ തുടങ്ങും. ഒരു പുരുഷനെ സംബന്ധിച്ചിട്ട് ഒരു പെൺകൊച്ചി കയറി വരുമ്പോൾ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനി ജോലി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഇവന്റെ സാലറി ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, നോക്കുന്നത് പെൺകുട്ടിയായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും ഈ അമ്മമാർക്ക് ഇഷ്ടപ്പെടില്ല. ടോക്സിക് മെന്റാലിറ്റിയിലോട്ട് പോകും. അപ്പം എന്ത് ചെയ്യും? ബന്ധം തകർക്കണം. ആ പെൺകുട്ടിയുമായിട്ട് യുദ്ധത്തിലിട്ട് പോകും. ഒരു കുടുംബത്തിൽ നിന്ന് കയറി വന്ന ഒരു പെൺകുട്ടി എന്തിനാണ് അമ്മായിമ്മയും ആ മരുമോളും തമ്മിൽ എന്തിനാണ് വഴക്കുണ്ടാവുന്നത്? ഇനി ഈ അമ്മായിമ്മയുടെ സ്വന്തം മോള് വേറെ കുടുംബത്തിലോട്ട് പോയി അതവർ സമ്മതിക്കില്ല. അത് ദ്രോഹമാണ്, ഉപദ്രവമാണ്. വേറൊരു കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അത് പറ്റില്ല. അത് പറയുന്നപോലെ കേൾക്കണം, പറയുന്നപോലെ വരച്ച വരയിൽ നിൽക്കണം. അത് എൻ്റെ മകനോട് കൃത്യമായി കഴിവാണ്, രാത്രി പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇത് നമ്മൾ കാണുന്നതല്ല കേട്ടോ, ഇതിൻ്റെ സിവിയർ സാധനമുണ്ട്. ഞാൻ കൺസൾട്ടേഷൻ എടുക്കുന്നതുകൊണ്ട് പറയുന്നുണ്ടാ. എന്ത് പറ്റും? ഇവനെ കുറ്റം പറയാൻ തുടങ്ങും, ബന്ധം തല്ലി പിരിയിപ്പിക്കും. എന്നിട്ട് അതും പിരിഞ്ഞില്ലെങ്കിൽ നേരെ പോയി കൂടോത്രം ചെയ്യും. എന്നിട്ട് ഈ മകനെ അമ്മയിലോട്ട് വലിച്ചെടുക്കും. ആ പെൺകൊച്ചിനെ കുഞ്ഞുങ്ങളെ തള്ളിക്കളയും. കൂടോത്രം ചെയ്യുമ്പോൾ എന്ത് പറ്റും? മകൾക്ക് മാത്രം, മരുമകൾക്ക് മാത്രമല്ല മകനെയും ബാധിക്കാൻ തുടങ്ങും. ആ വീടിൻ്റെ അകത്തൊരു നെഗറ്റീവ് എനർജീനെ വിളിച്ചു വരുത്തുന്നതാണ് കൂടോത്രം. ആ കൂടോത്രം വിളിച്ചു വരുത്തുന്നത് സ്വന്തം അമ്മയുടെ ശരീരത്തിലൂടെയാണ് കൂടോത്രം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നഗ്നമായി നിന്ന് മന്ത്രങ്ങൾ ജപിക്കുക, ഒരുപാട് മോശപ്പെട്ട കർമ്മങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ പറയുന്ന വശ്യം ചെയ്യുക, കൂടോത്രം ചെയ്യുക, കൈവശം കൊടുക്കുക. കൈവശം കൊടുക്കുന്നതൊക്കെ ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കാത്ത ഡിഫറെൻറ്റ് മേഖലകളുണ്ട് ഇതിനകത്ത്. ഇനി ഏതെങ്കിലും ഒരു ചെറുക്കനെ, ഏതെങ്കിലും ഒരു പുരുഷനെ വശീകരിക്കണം, അവൻ്റെ സ്വത്ത് വലിച്ചെടുക്കണം, എന്ത് ചെയ്യണം? മെൻസസ് ബ്ലഡ് വരെ പൊടിച്ചിട്ടിട്ട് ഈ പറയുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എനർജി ബേസിൽ ഭയങ്കര വളകരായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ത് പറ്റും? കംപ്ലീറ്റുമായി വശപ്പെട്ടു, അനങ്ങാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പെണ്ണെന്ത് പറയുന്നു അല്ലെങ്കിൽ ആ പുരുഷൻ എന്ന് പറയുന്നു അനുസരിപ്പിക്കും. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഡയമെൻഷനിലാണ് ഈ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഒരു സ്പിരിച്വൽ പവർ വേണമെന്ന് പറയുന്നത് നമ്മുടെ കൂടെ. ഇത് സ്പിരിച്വൽ പവർ എന്ന് പറയുന്നത് എനർജി ആയിട്ട് എടുത്താൽ മതി. ഒരു പോസിറ്റീവായ എനർജി, അതിൻ്റെ അപ്പുറത്ത് വളരെ കൃത്യമായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ട്. ഇത് കൃത്യമായി ബൈബിളിൽ പറയുന്നുണ്ട്. പിശാചും ഈ പറയുന്ന ദൈവവും രണ്ടും എനർജിയാണ്. ആരാണോ ഏറ്റവും കൂടുതൽ എനർജിനെ നമ്മൾ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നത്, ഈ നെഗറ്റീവ് എനർജി നമ്മൾ ബാധിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് പോയിന്റിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? എവിടെയാണ് ഇതിൻ്റെ ഇഷ്യൂ വരുന്നത്? ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിരിക്കുന്നുണ്ടോ, നമുക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഉറപ്പായിട്ടും ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്.